മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് എബ്രഹാം കല്ലടാന്തിയിൽ. ഞാൻ ഇവിടെ കൽ സർവീസ് എന്ന ഒരു ട്രാവൽ സർവീസ് വഴി അമേരിക്കയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻസ്, അവർക്ക് പല എംബസിപരമായ സർവീസുകളും ചെയ്തു കൊടുക്കപ്പെടുന്നു. ഞാൻ ഇറ്റലിയിൽ റോമിൽ ഇന്ത്യൻ എംബസിയിൽ 15 വർഷം ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്ന് കഴിഞ്ഞ 5-8 വർഷങ്ങളായിട്ട് ഇവിടെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ളവർക്ക് പലർക്കും, മലയാളികളും പഞ്ചാബികളും ഗുജറാത്തികളും ആന്ധ്രാപ്രദേശ്, ഇവർക്കൊക്കെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സംബന്ധമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നീട് പലരും എന്നെ വിളിച്ച് പല ആവശ്യങ്ങളും വിളിക്കാറുമുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന, പലരും പറയുന്നു താങ്കളുടെ സർവീസുകളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് സാധാരണഗതിയിൽ 10 വർഷമാണ് അഡൽട്ടായിട്ടുള്ളവർക്ക് കൊടുക്കുന്നത്. കുട്ടികൾക്ക് 5 വർഷത്തെ പാസ്പോർട്ടാണ്. അത് കഴിഞ്ഞത് റിന്യൂ ചെയ്യുക എന്നുള്ള ഒരു രീതി. അങ്ങനെ പാസ്പോർട്ടുകൾ റിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യും. പിന്നീട് എംബസിയിൽ നിന്ന് കോൺസുലർ സർവീസിൽ മറ്റൊന്ന് ചെയ്യുന്നതാണ് ഈ മിസേലിനിയസ് സർവീസായിട്ട് നമുക്ക് പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി കൊടുക്കുക, ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷനും ഇന്ത്യയിലെ എഡ്യൂക്കേഷനും തമ്മിൽ ഈക്വലൻസ് ആക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്, അത് ചെയ്യുക. പിന്നെ ഇന്ത്യൻസ് ഇവിടെ നിന്ന് ചിലർ വിസയിൽ, ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവർക്ക് ഇന്ത്യക്ക് പോകുവാൻ അവർക്ക് പാസ്പോർട്ട് പുതുക്കി കൊടുക്കത്തില്ല. അവർ പക്ഷേ ഇന്ത്യക്ക് പോകാൻ നേരത്ത് അവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സിറ്റ് പാസ്പോർട്ട് പോലെ അവരുണ്ടാക്കി കൊടുക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പലരും ഇവിടെ വന്നിട്ട് റെഫ്യൂജി സ്റ്റാറ്റസിലോ സ്റ്റുഡൻറ് സ്റ്റാറ്റസിലും മറ്റുള്ള സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്ക്, അവർക്ക് ഇവിടെ നിൽക്കാനുള്ള അപ്രൂവലോ ഉണ്ടെങ്കിൽ അവർക്കും പാസ്പോർട്ട് പുതുക്കി കൊടുക്കും. മറ്റുള്ളവർക്കൊക്കെ ഗ്രീൻ കാർഡ് ഉള്ളത് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. ഇതൊക്കെയാണ് സാധാരണ പാസ്പോർട്ട് സംബന്ധമായ കോൺസുലർ സെക്ഷനിൽ ചെയ്യുന്നത്. പിന്നീട് ഇത് ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ളവർ, ഇന്ത്യൻ നാഷണാലിറ്റി സ്പൗസ് അമേരിക്കൻ സിറ്റിസൺ ആണെങ്കിൽ അവർ കല്യാണം കഴിച്ചു ഇവിടെ വരുമ്പോൾ അവർക്ക് 3 വർഷം കഴിയുമ്പോൾ അമേരിക്കൻ സിറ്റിസന് അപ്ലൈ ചെയ്യാനുള്ള നിയമമുണ്ട്. അപ്പം അങ്ങനെ സ്പൗസ് അമേരിക്കൻ ആയിട്ടുള്ളവരുടെ സ്പൗസിന്, സിറ്റിസന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഇമിഗ്രൻ്റായിട്ട് വന്നവർക്ക് 5 വർഷം കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നീട് ഇവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം ഇപ്പം പുതിയൊരു നിയമം വന്നിരിക്കുന്നതാണ് ഈ ട്രംപിൻ്റെ ഈ അറ്റ്മോസ്ഫിയറിൽ. അതായത് സാധാരണഗതിയിൽ കുട്ടികൾക്കൊക്കെ അവർ മൈനർ ആയിരിക്കുമ്പോൾ അവരുടെ പേരൻസ് സിറ്റിസൺ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കും അമേരിക്കൻ സിറ്റിസൺ കിട്ടും. അപ്പം ആ അമേരിക്കൻ സിറ്റിസൺ കിട്ടുമ്പോൾ അവരുടെ പേരൻസിന് മാത്രമേ ഉള്ളൂ ഈ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അതാണ് നമ്മൾ അമേരിക്കൻ സിറ്റിസൺ ആയി എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റും എന്നും പറയും. അപ്പം ഈ മൈനറായിട്ടുള്ള കുട്ടികൾക്ക് അതില്ല എങ്കിൽ അത് എടുക്കുന്നത് നല്ലതാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിലും അത് കണ്ടു, കുട്ടികൾക്ക് അത് എടുക്കണമെന്നും എന്നാലേ ഉള്ളൂ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ റിക്കഗ്നൈസ്ഡ് ആവുള്ളൂ എന്നും പറയുന്ന ഒരു
ന്യൂസ് കേട്ടു. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് നമുക്ക് സിറ്റിസൺഷിപ്പ് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് അങ്ങനെ സിറ്റിസൺഷിപ്പ് എടുത്തവർ അവരുടെ ഓത്തും അവരുടെ ക്വസ്റ്റ്യൻസും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ അമേരിക്കൻ പാസ്പോർട്ട് എടുത്തു കൊടുക്കുവാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അങ്ങനെ അമേരിക്കൻ പാസ്പോർട്ട് എടുത്ത് അവരുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അവരുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഈ സിറ്റിസൺ എടുത്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ സറണ്ടർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം അതിന് സറണ്ടർ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറയും. അതായത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയും. അതും നാം ഇവിടെ ചെയ്തു കൊടുക്കപ്പെടും. അപ്പോൾ ആദ്യമേ അവരുടെ അതിൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം മേടിച്ച് നമ്മൾ അതെല്ലാം കളക്ട് ചെയ്ത് ഓൺലൈനിൽ ചെയ്ത് അതിൻ്റെ ഫീസും അതിൻ്റെതെല്ലാം ചെയ്ത് നമ്മൾ ഫെഡെക്സ് വഴി, സാധാരണ ഫെഡെക്സ് വഴിയാണ്, ഫെഡെക്സ് വഴി അതിൻ്റെ ലേബലും എല്ലാം ശരിയാക്കി കവറിലിട്ട് നമ്മൾ കൊടുക്കപ്പെടും. ചില ഡോക്യുമെന്റ്സിനൊക്കെ നോട്ടറൈസേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് ഒറിജിനൽ ആണെന്നും ദിസ് ഇസ് ദ ട്രൂ കോപ്പി ഓഫ് ദ ഒറിജിനൽ. അതുപോലെ തന്നെ ചില പേരുകളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ ആ പേരും ഈ പേരും ഒന്നാണ്, വൺ ആൻഡ് ദ സെയിം എന്ന ഒരു അഫിഡാവിറ്റ് എല്ലാം ഉണ്ടാക്കി. അതും ഞാൻ നോട്ടറിയാണ്, അതുകൊണ്ട് എനിക്ക് നോട്ടറൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുള്ള പേപ്പറും കൂടെ അത് ആ സിനാറിയോ അനുസരിച്ചാണ് അവരുടെ ഡോക്യുമെന്റ്സിന്റെ ചില വ്യത്യാസം. ചിലപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റിൽ പേര് വ്യത്യാസം, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ പേര് വ്യത്യാസം, അത് കഴിയുമ്പോൾ അമേരിക്കൻ